പറിക്കും കേട്ടാ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പോയി മറ്റേ ഇതൊക്കെ മേടിക്കണോ? പൊളിച്ചോ. ആ ചെറിയ മറ്റേ ഇതില്ലേ, ചെറിയ കത്രിക എടുത്താൽ കുത്തി കീറാനായിട്ട് എളുപ്പമുണ്ടാവും. ഇത് കണ്ട ഈ സാധനം കയറിയിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ പോയ? അവിടെ ഉണ്ട്. സോമാച്ചൻ്റെ ഈ കാലിൻ്റെ ഇവിടെ കയറിയിട്ട് പിറ്റേ വർഷം ഇവിടെ നിന്ന് എടുത്തത്. അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കുക. മറ്റേ ഇതുമുണ്ട്, മിക്സറും ഉണ്ട്. അങ്ങനെയൊന്നും അല്ല, ഒരെണ്ണം കൂടെ കാണും. ഇതിൻ്റെ പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് കുത്തിയിട്ടത് ഇങ്ങനെ അങ്ങ് പൊക്കില്ല. അത് ഈ സാധനം കയറി ഒരെണ്ണേ ഉള്ളു ഇവിടെ. പിന്നെ മുഴുവൻ കുത്തിക്കാറുണ്ട്. പിന്നെ അത് കഴിയെടുക്കാൻ വലിയ പാടാവും. അത് നമ്മൾ കൊണ്ട് കിഴക്കോട്ട് കൊണ്ടുപോയതാ. മുട്ടയാണ്. മുട്ടയില്ല. ആ മുട്ട ഇത് തന്നെ. ആ മുട്ട മാളു അതിനെ കയറിട്ട് കെട്ടിയേട്ടാ. ഇവിടെ നിർത്തരുത്. നിർത്തിയ പ്രശ്നം. അവര് കുഴപ്പക്കാരാ. അത് തിരിച്ചു വെച്ചാൽ കിട്ടിയില്ല. എൻ്റെ വെള്ളം എനിക്കറിയില്ല. പണ്ടൊക്കെ അലങ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഐഡിയ കിടക്കുന്ന സംഭവം പറ്റിങ്ങനെ പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ട മുട്ട പൊട്ടിക്കാതെ എടുക്കണം. നമുക്കറിയാം. ഞാൻ ചെയ്യുമായിരുന്നു. രണ്ട് സൈഡ് പിന്നെ പൊക്കവും താഴെ. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് അണ്ണക്കാരി ഞാൻ പൊളിഞ്ഞു പോകും. ദശ അങ്ങോട്ട് പോരുള്ളൂ. തലക്ക് നേരെ ഞാനൊരു മുട്ടക്കാരി ഇതിന്റെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടാ. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പാലുണ്ട്. എടാ എല്ലാ ദിവസവും EMI അല്ലേ വെട്ടണേ? കാണണേ. കഴിഞ്ഞ ആഴ്ച പോയില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ എന്താ മേലാഴിയായിട്ടിരിക്കുകയാണ്. കൈക്ക് മാത്രം ചെയ്യണ പരിപാടി. ഇങ്ങനെ കുളിക്കരുത്. തേച്ച് തന്നെ അവിടെ ഞാൻ കല്ലെടുത്തിട്ടുണ്ട്. തപ്പത് കുപ്പിച്ചില് പോലെ സാധനം കട്ടിക്കുറച്ച് രണ്ടാമത്തെ പക്ഷെ അന്നേരം ഞാൻ ഒരെണ്ണം ഇതിലൊന്ന്
അടിച്ചെടുക്കട്ടെ. ഈ ഉടുമ്പുണ്ട ഇത് വന്ന് കട്ട് ചെയ്യണം കേട്ടോ, ഇവനാന്ന് കട്ട് ചെയ്യണം. ഇപ്പൊ ഫിനിഷ്. കാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാധനം കല വാല് കണ്ട ഇങ്ങനെ ഞാൻ പിടിക്കില്ലേ, സുടി നോക്കണേ ഇപ്പൊ കിട്ടും. അങ്ങനെ അങ്ങനെ കീറെടുക്കാം. ബാക്കി ദേശീയ ചേട്ടാ അതൊന്നും മാറ്റിക്കേ, അതൊന്നും മാറ്റിക്കേ. ഇതിവിടെ ഇരിക്കട്ടെ, ഇനി ബാക്കി ചെയ്തോളാം. ഇതൊക്കെ വെച്ചാൽ ഈ സാധനം പൊളിക്കണം എങ്ങനെയാണെന്ന് കാണിച്ചത്. അത് കല്ലട പൊളിക്കല്ല, അതെനിക്കറിയാം. കാര്യം പൊളിച്ചു കാണിച്ചു. അന്നായിക്കെന്തേര് നീ കല്ലട പൊളിച്ചു? അത് ഞാൻ പൊളിച്ചു വെച്ചാ തീർന്നും കാര്യമില്ല. ഇത് അപ്പുറം അതൊക്കെ എന്താ 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 അവിടെ ഒരാൾ കുഞ്ഞാളിരുന്നുണ്ട്. പക്ഷെ വേറെ കാര്യമില്ല സന്ധ്യ, എല്ലാത്തിലും വിളിക്കാൻ ശ്രദ്ധയുണ്ട്. എവിടെയൊക്കെ നിന്നാലേ ഇന്നലെ ഞാനേ അതുകൊണ്ടോ ഇപ്പൊ വെട്ടിയേക്കാം. 7 മണി കഴിഞ്ഞു. മുട്ട കിട്ടുക മാമിയെ പഠിച്ചോ കേട്ടാ, ഇങ്ങനെയൊക്കെ പഠിക്കാൻ കാരി കല്ലട. നമ്മുടെ കാലം കഴിഞ്ഞു. ഇതാടാ ഇല്ലേ ഒരു പകുതി കിടക്കണ പകുതി വൈക്കത്ത് തിരക്കാണ് എന്റെ പൊന്നു മകനെ. പറഞ്ഞു വൈക്കത്ത് എന്നാ തിരക്കാ. അതായത് അച്ഛൻ നമ്മളാ ഇവിടെ നിന്നൊക്കെ ചെല്ലിയല്ലേ, അവിടെ മുതല് നമ്മുടെ കളിപ്പാട്ട സാധനങ്ങളൊക്കെ ചെന്ന് കേറണ ഫ്രണ്ട് വണ്ടി എന്നിട്ട് ഓരോ വണ്ടി ആൾക്കാരുടെ ഇങ്ങനെ അതന്നെ കഷ്ടം. സലിയുടെ മകനെ കറിവൊക്കെ അറിയാം. എനിക്കറിയാം. ഇതിന് മാത്രമല്ല നമ്മുടെ കോച്ച് വരും. ഇപ്പൊ കോച്ചെന്തിയാ, കോച്ചിനെ വിളിച്ചാൽ കോച്ച് അവിടെ കോച്ച് അല്ല പുള്ളിക്കൊരു പ്രത്യേകത എന്നാന്നറിയാ, അണ്ണാ പരാതൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു തുണി ഇട്ടേ പിടിക്കൂ. ആ വരാലിന്റെ മറ്റേ മഞ്ഞ ചേരയുടെ പുറം പോലെ ഒരു പറഞ്ഞില്ലേ, അണ്ണ പോയപ്പോ ഞങ്ങളുടെ കാര്യമൊക്കെ ഇപ്പൊ എടുത്തോണ്ട് പോവാ. ഞാൻ പറയാതെ മുട്ട ഈ പറ്റ വരെ ഉണ്ടാവും. എന്നിട്ട് തിരിച്ച് ആ നട്ടില് മാത്രം കണ്ടില്ല. ഞാൻ എടുക്കാണ്. നമുക്ക് ആവശ്യത്തിന് പറിച്ചു, നമുക്ക് ന്യായമായിട്ട് പറിച്ചു. മരം വെട്ടിയില്ല. ദാഹം നാളെ വെക്കാന്ന് വെച്ചായിരുന്നു. നാളെ വൈകുന്നേരം അങ്ങോട്ട് പോകും. ആ നമ്മളിന് പണിയുള്ളതല്ലേ. ഒഴിച്ചു വെച്ചിട്ടാണല്ലോ വന്നത്. അല്ലല്ല, ചൊവ്വാഴ്ച പണിയുള്ളതല്ലേ. അല്ലാതെ അപ്പൊ അച്ചായി വലിച്ച എന്നോട് ഇങ്ങനെ വന്നപ്പോ കെമിക്കലെല്ലാം ഒഴിച്ചു വെച്ചിരിക്കാന്ന് പറഞ്ഞു. ഇല്ലെന്ന് അത് മിനിഞ്ഞാന്ന് അടിച്ചാ ഒഴിച്ചെന്ന് പറഞ്ഞു. ഇന്നലെ ഒഴിച്ചത് ഒഴിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ 6 മണിക്ക് പോകും. ഇവിടുന്ന് ചെന്നാ നടത്തുന്നത് ഓടായിപ്പോണ്ടല്ലോ. ഇല്ലടാ, ഇന്ന് വൈകുന്നേരം ചെയ്യണം. നാളെ നടക്കിയല്ല, നാളെ വിഷുവാ. നാളെ ഉച്ച കഴിഞ്ഞിട്ടും പോല അല്ല അണ്ണന് പണിയുള്ളൊരു പണിക്ക് 1-2 മാസത്തെ പണിയുള്ള ഞങ്ങൾ ഉള്ള കളിക്കില്ലേ. ഇനി ശനിയാഴ്ച അവർ വന്നേക്കാന്ന് പറഞ്ഞ് പോകുന്നല്ലേ. ഇപ്പൊ അട്ടായി അത് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് കിട്ടൂലല്ലേ. പുറത്തെവിടെയെങ്കിലും പോയി ആഘോഷിക്കുന്ന ഈ ടാപ്പിലൊക്കെ കറി വെക്കണം. ഇതൊക്കെ വലിച്ചു കളഞ്ഞിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ആര് വലിച്ചു കളഞ്ഞു ചുമ്മാ. ഈ ഹോട്ടലിലൊക്കെ കറി വെക്കണതൊന്നും വലിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇത് ഉളുമ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ദേഹത്ത് മാത്രമേ ഉളുമ്പുള്ള ഈ സാധനം ഞങ്ങളൊക്കെ പണ്ട് മുതൽ ഇത്
ഇതിൻ്റെ ശ്വാസം ഒരു കൊള്ളു പോലത്തെ സാധനം ഇവിടം വരെ ഉണ്ട് മുമ്പോലെ അത് വാലിൻ്റെ വരെ ഉണ്ട്. അതുകൂടെ ഉണ്ട് ഈ സാധനം. ഒരു ഗ്യാപ്പ് കൊണ്ട് ഇതിങ്ങനെ എടുക്കണം. അതിപ്പോൾ നമ്മൾ